നമസ്കാരം, അസ്സലാമു അലൈക്കും, ഹല്ലേലൂയ, സ്തോത്രം. എന്താ സംഭവം എന്ന് വെച്ചാൽ, ഈ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇങ്ങനെ നമസ്കാരം പറയുന്നതായിട്ട് ഒരാൾ മെസ്സേജ് ഇട്ട് പറയാ, നിന്നടാ നമസ്കാരം മാത്രം പറയുന്നത്, എന്താ സലാമൊന്നും പറയാത്തതെന്ന്. സലാമും ഉണ്ട്, പിന്നെ നമ്മളെ ഇതും ഉണ്ട്, ഹല്ലേലൂയയും കൂടി ഇട്ടിട്ടുണ്ട്. ഞാൻ ആർക്കും ഒരു പരാതി ഒന്നും വേണ്ട. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നേരിട്ട് ഒരു ചെറിയ ടോപ്പിക്കായിട്ടാണ്. നമ്മുടെ മല്ലു ട്രാവലർ, ദ ഡൗൺഫോൾ. എന്താണ് നമ്മളെ ചെക്കന് പറ്റിയത്? നമ്മളെ മല്ലു ട്രാവലർ, ദ വേൾഡ് ഫേമസ് കേരളാസ് ഓൺ മല്ലു ട്രാവലറിന് എന്ത് പറ്റി? എന്താണ് മല്ലുവിൻ്റെ ഇതിൽ സംഭവിച്ചത്? അപ്പോൾ മല്ലു ആദ്യം പിന്നെ ഒരു ഇതിൽ പറഞ്ഞു, പോസ്റ്റിൽ ഇങ്ങനെ പറഞ്ഞു, എനിക്ക് വയ്യ, പിന്നെ ഇനി തിരിച്ചു വരാൻ പറ്റുമോ എന്നറിയില്ല, നോക്കട്ടെ എന്നെല്ലാം പറഞ്ഞിട്ട് വീഡിയോ ഇട്ടപ്പോൾ ഞാൻ വെച്ചു സുഖമില്ലാത്ത കേസായിരിക്കും, നമ്മളതിലൊന്നും പറയാൻ ആളല്ല. സീന് വേറെയാണ്. നമുക്കിപ്പോൾ ഒരാൾക്ക് അസുഖമാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രാർത്ഥിക്കാനേ പറ്റൂ, അയാൾക്ക് സുഖമായി കൊടുക്കട്ടെ എന്നുള്ള രീതിയിൽ. അതിൽ നമുക്കൊരു കമൻസ് പറയാനൊന്നും നമ്മളാളല്ല. രണ്ടാമത് കഴിഞ്ഞ ആഴ്ച നല്ലൊരു പോസ്റ്റ് ഇട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞ ഇങ്ങനെയാണ്, ഇനി ഒരു കംബാക്ക് ഇല്ല, ഞാൻ തീർന്നു, ഇനി നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നവരെല്ലാം എൻ്റെ വൈഫിൻ്റെ പെർഫ്യൂം ബ്രാൻഡ് വാങ്ങി എല്ലാവരും സഹായിക്കണം എന്നെല്ലാം പറഞ്ഞു. അന്നേരം ഞാനിങ്ങനെ വിചാരിച്ചു, എന്നാടാ ഇവന് സുഖമില്ലാത്ത ഒരാൾ ബേഹം ആ സുഖാണ്ടിട്ടും സൈലന്റ് മോഡിൽ പോയിട്ട് റെഡിയാക്കാൻ നോക്കുക സാധാരണ ചെയ്യാറ്. അന്നേരം അവന് ഇങ്ങനെ ഒരു ഈ പെർഫ്യൂമിൻ്റെ സാധനം എല്ലാം പ്രൊമോട്ട് ചെയ്യുന്ന പോലെ ഒരു സാധനം ഇങ്ങനെ വിചാരിച്ചിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, രണ്ട് കേസുകളാണ് ഉള്ളത്. ഒന്ന്, ഈ പറഞ്ഞ പോലെ ഇവന് സുഖമില്ലാണ്ട് ആകാം, അപ്പം അങ്ങനെയാണ് അതാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അതുകൊണ്ട് നമ്മൾ അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല എന്ന് വിചാരിച്ചാണ്. രണ്ടാമത്തെ ഒരു ഓപ്ഷൻ ഞാൻ ഇങ്ങനെ ചിന്തിച്ചിരുന്നു അന്നേരം, അതായത് പിന്നെ ഇനി ഇവനൊരു മെൻ്റലായിട്ടുള്ളൊരു ഡൗൺ സ്റ്റേജ് ആണെങ്കിൽ നമ്മൾ എന്തായാലും പറയണം. അത് നമുക്ക് എല്ലാവർക്കും പറ്റുന്നൊരു കാര്യമാണ്, എല്ലാവർക്കും യൂസ്ഫുൾ ആകുന്നൊരു കാര്യം കൂടിയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇന്നലെ ഒരു വീഡിയോ കണ്ടു, ഞാനിങ്ങനെ മെൻ്റലി ഭയങ്കര ഡൗൺ ആയിരുന്നു, അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞിട്ട്. മെൻ്റലി ഡൗൺ ആണെങ്കിൽ ഇങ്ങനെ പറഞ്ഞിട്ട് ആൾക്കാരുടെ അടുത്ത് നിന്ന് സഹതാപമോ അല്ലെങ്കിൽ നമ്മളെ വിഷമം നമ്മളാരോടെങ്കിലും ഷെയർ ചെയ്തതിനാൽ അതൊന്നിക്കലും അത് സോൾവ് ചെയ്യാൻ പ്രാപ്തി 100% സോൾവ് ആവുന്നുള്ള ഉറപ്പുണ്ടാകണം. അല്ലെങ്കിൽ നമ്മൾ പിന്നെ സഹതാപം മേടിക്കുക എന്നുള്ള ഒരു ഐഡിയയിലാണ് അത് ഷെയർ ചെയ്യുന്നത്. എങ്ങനെയായാലും തെറ്റൊന്നുമില്ല, ഷെയർ ചെയ്യാം. അയാൾ ഒരു സെലിബ്രിറ്റിയാണ്, അയാളൊരു പോപ്പുലർ ഫിഗറാണ്, അതിലൊന്നും തെറ്റൊന്നുമില്ല. പക്ഷേ എന്താ നമ്മളെ ചെക്കന് പറ്റിയത്? ഏടിയ തെറ്റിപ്പോയത്, ഏടിയ പേച്ചു പോയത്, അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മല്ലുവിൻ്റെ കാര്യം പറയുന്നതിന് മുമ്പ് രണ്ട് ആൾക്കാരുടെ കാര്യം കൂടി ഞാൻ പറയാം. ഒന്ന്, എല്ലാവർക്കും അറിയുന്ന വേൾഡ് പോപ്പുലർ ഫിഗർ മൈക്കിൾ ജാക്സൺ. എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും മൈക്കിൾ ജാക്സനെ. അപ്പോൾ മൈക്കിൾ ജാക്സൺ എന്താ സംഭവിച്ചതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, അതൊന്ന് ഓർമ്മിക്കുക. രണ്ടാമത് സുശാന്ത് സിംഗനല്ലേ, സുശാന്ത് സിംഗ് രജ്പുത്ത് എന്നാണ് എൻ്റെ ഓർമ്മ. നമ്മളെ നടൻ, മറ്റേ ഡൽഹിയിലെ വെച്ചിട്ട് മുംബൈയിൽ അവരുടെ ഫ്ലാറ്റിൽ സൂയിസൈഡ് ചെയ്ത അവൻ. ഇവരിലെല്ലാം നമ്മൾ കണ്ട ഒരു സാധനമുണ്ട്, ഡിപ്രസ്ഡ് സ്റ്റേറ്റ് ഓഫ് മൈൻഡ്, ഡിപ്രഷൻ അല്ലെങ്കിൽ കോൺഫിഡൻസ് ഡ്രെയിൻ. അവർ ഒന്നുമല്ലാണ്ടായിട്ട് അവരെന്നെ അങ്ങ് തീരുമാനിക്കുകയാണ്, ഐ ആം ഫിനിഷ്. മൈക്കിൾ ജാക്സൺ എന്താ, മൈക്കിൾ ജാക്സന് പൈസ കുറവുണ്ടായിരുന്നു, ഫേമസ് കുറവുണ്ടായിരുന്നു. എടാ മോനെ സൗണ്ട് കുറക്കും, ഞാൻ സംസാരിക്കുന്നുണ്ട്. ഓക്കെ, അത് കാര്യമില്ല. അപ്പോൾ ഇവനെന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, മൈക്കിൾ ജാക്സന് പൈസക്കൊന്നും ഒരു കുറവുണ്ടായിട്ടില്ല, ഫെയിമിനാണ് കുറവ്, നോ. പക്ഷെ അദ്ദേഹത്തിൻ്റെ കൈൻഡ് ഓഫ് ഡിപ്രസ്ഡ് സ്റ്റേറ്റ് ഓഫ് മൈൻഡ് അദ്ദേഹത്തെ ഡ്രഗ്സിലെത്തിക്കുകയും, ഡ്രഗ്സ് പറഞ്ഞ തന്നെ ഡോക്ടറെ വെച്ചിട്ട് ഡ്രഗ്സ് ഉപയോഗിച്ചത്, അത്രയും പ്രൊഫഷണലായിട്ട് ഡ്രഗ്സ് ഉപയോഗിച്ചിട്ട് അയാൾ തട്ടിപ്പോയി. MJ പോയി. പിന്നെ സുശാന്തിന് സംഭവിച്ചെന്താണ്? സുശാന്ത് ഈ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ഫിലിമിലൊക്കെ അഭിനയിച്ചു, കുറച്ച് പൈസയൊക്കെ ആയി, സെറ്റായപ്പോൾ സുശാന്ത് ചോദിക്കുന്നത് പൈസയായി, ഫെയിമുണ്ട്, പിന്നെ എന്തോ ഒരു ലാഗ്, എന്തോ ഒരു ഡ്രെയിൻ, എനിക്കെന്തോ ഒരു കുറവുള്ള പോലെ. അപ്പോൾ അയാളും ഈ പറഞ്ഞ പോലെ സാധനങ്ങളൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങി, ലാസ്റ്റ് സൂയിസൈഡ് ചെയ്തു. ഇനി നമുക്ക് മല്ലുവിൻ്റെ കാര്യത്തിലേക്ക് വരാം. ഇത് ഞാൻ പറഞ്ഞത് ജസ്റ്റ് നമ്മുടെ ഒരു ഹിസ്റ്ററിയിൽ ഇതുപോലെ ട്രെൻഡിങ് കണ്ടിട്ടുള്ള രണ്ടാൾക്കാരുടെ കാര്യം പറഞ്ഞതാണ്. മല്ലു ഈ പറഞ്ഞ പോലെ
ഡ്രഗ്സ് യൂസ് ചെയ്യുന്നുണ്ടെന്നോ മല്ലുവിന് പിന്നെ നാർക്കോട്ടിക് പ്രോബ്ലം ഉണ്ടെന്നോ ഒരിക്കലും ഞാൻ പറയുന്നില്ലേ. ഞാൻ പൊതുവേ പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞതാണ്, നാർക്കോട്ടിക്സ് ഈസ് എ ഡേർട്ടി ബിസിനസ്. ലാലേട്ടൻ പറയുന്ന പോലെ നാർക്കോട്ടിക്സ് ഈസ് എ ഡേർട്ടി ബിസിനസ് മോനെ, ഞാനും ചെയ്യില്ല, നിന്നെ കൊണ്ട് ചെയ്യിക്കയില്ല. എൻ്റെ നിലപാടാണ് നാർക്കോട്ടിക്സിൽ. അപ്പോൾ മല്ലുവിന് സംഭവിച്ചത്, മല്ലു ഈസ് എ, ഒരു മിനിറ്റ്, ഓക്കെ, അതായത് മല്ലുവിന് സംഭവിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, മല്ലുവിന് കുറച്ച് ലൈഫിൽ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. പ്രോബ്ലംസ് ഇല്ലാത്ത ആരായിട്ടുള്ളത് അല്ലേ? അപ്പോൾ മല്ലു പിന്നെ ഈ ഫസ്റ്റ് ഡിവോഴ്സ് ആയ വൈഫിന്റെ ഭാഗത്തു നിന്ന് കുറച്ച് കേസുകളൊക്കെ ഇങ്ങനെ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ സൗദിയിലുള്ള കുട്ടി അൽത്തീർ അൽമായോ എന്നൊക്കെ പറഞ്ഞൊരു സാധനമില്ലേ, അപ്പോൾ ആ കുട്ടിയെ മല്ലു പീഡിപ്പിക്കാൻ ശ്രമിച്ചത് രണ്ടാമത്തെ ഒരു കേസ് വന്നു. അപ്പോൾ കേസുകളൊക്കെ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ കേസ് കൊണ്ടൊന്നും ഒരാളുടെ കോൺഫിഡൻസ് അങ്ങ് ഡ്രെയിൻ ആയി പോകും. കേസ് വന്നാൽ ഒരു പ്രോബ്ലം ഉണ്ടാവും, സോഷ്യൽ മീഡിയയിൽ നിന്ന് തെറിവിളി കേൾക്കും, അതൊക്കെ സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളല്ലേ. അതൊന്നുമല്ല മല്ലുവിൻ്റെ ലൈഫിൽ സംഭവിച്ചത്. മല്ലുവിൻ്റെ ലൈഫിൽ സംഭവിച്ചത് മല്ലു എന്നെ വീഡിയോയിൽ വിശദമായിട്ട് പറയുന്നുണ്ട്. അത് കേട്ടിട്ട് ഞാൻ എൻ്റെ പെർസ്പെക്റ്റീവ് പറഞ്ഞുതരാം. ജസ്റ്റ് എ മിനിറ്റ്. അപ്പോൾ ഇതാണ് വീഡിയോ. മല്ലു പറയുന്ന, മല്ലുവിൻ്റെ ആദ്യകാലം മുതൽ ഞാൻ ഒറ്റക്കായിരുന്നു ജീവിച്ചത്. എനിക്ക് അങ്ങനെ ഒരു ക്ലോസ് ഫ്രണ്ട്സോ കാര്യങ്ങളൊന്നും എൻ്റെ അടുത്തില്ല. നമ്മൾ ചില ബൈക്കേഴ്സ് ഗ്യാങ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ വേറെ റിലേറ്റഡ് കുറച്ച് ഗ്രൂപ്പ്സ് ഉണ്ടാവും. അപ്പൊ അവരെന്തെങ്കിലും ഒരു ആവശ്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ ഒരുമിച്ച് ട്രാവൽ ചെയ്യുന്നല്ലാതെ എന്റെ കൂടെ നിങ്ങൾക്ക് ഒരിക്കലും ഗ്യാങ് ആയിട്ട് ആരും കാണാൻ പറ്റില്ല. ഒരു ടീം ഒരിക്കലും എന്റെ അടുത്തില്ല. അപ്പൊ പല ഇൻഫ്ലുവൻസേഴ്സിനാണെങ്കിലും അവർക്ക് അവരുടെ കൂടെ ഒരു ടീം ഉണ്ട്, പക്ഷെ എനിക്കതില്ല. ഞാൻ എപ്പോഴും ഒറ്റക്കാണ്. ഞാൻ ചെയ്യുന്ന സ്ഥലങ്ങളിൽ കാണുന്ന ആൾക്കാരാണ് നിങ്ങൾ വീഡിയോയിൽ കാണുന്നത്. യു എയിലാണെങ്കിൽ ഞാൻ ഒറ്റക്കാണ്, ഇപ്പോഴും ഓൾവേസ് എന്റെ അങ്ങനെ ഒറ്റക്ക് ജീവിക്കുന്നതിനിടയിൽ എനിക്ക് ആകെ സംസാരിക്കാൻ കിട്ടുന്ന ഒരു, എടാ നീ എന്തല്ലാടാ മോനെ പറയുന്നത്? നീ യു എയിൽ ഒറ്റക്കാണ്, നീ നാട്ടിലൊറ്റക്കാണ്, നീ പിന്നെ ബാത്റൂമിൽ പോകുമ്പോൾ ഒറ്റക്കാണ്. എടാ ഒറ്റക്കല്ലാണ്ട് ലോകത്തെല്ലാവരും നാട്ടുകാരും മൊത്തം കൂട്ടിയിട്ടാണോ നടക്കുന്നത്? എന്താണ് മോനെ നോൺസെൻസ് ഇങ്ങനെ വിളിച്ചു പറയുന്നത്? എന്ത് അല്ലേ? അതായത് ഞാൻ ഒറ്റക്ക, നീ ഒറ്റക്ക്, എല്ലാവരും ഒറ്റക്ക് തന്നെയല്ലേ? എല്ലാവരും ജനിക്കുന്നത് ഒറ്റക്ക് തന്നെയല്ലേ? നമ്മൾ മാതാവിന്റെ ഗർഭപാത്രത്തിൽ ഇങ്ങോട്ട് ജനിച്ച് വീണ ഒറ്റക്ക. അന്നേരം ആൾക്കാരൊക്കെ ഇങ്ങനെ തട്ടും തലോടൊക്കെ ചെയ്യും എന്ന് വിചാരിച്ചാൽ ഒറ്റക്ക് തന്നെയാണ് അല്ലേ? ഒറ്റക്ക് തന്നെയാണ് എല്ലാവരും. സ്കൂളിൽ പോകുന്ന ഒറ്റക്കാണ്. അടുത്ത കുറച്ച് ആൾക്കാരുണ്ടാവും, അവരെ നമ്മൾ മൈൻഡ് ആക്കാറില്ല, ഒറ്റക്കാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ക്രിക്കറ്റ് കളിക്കാൻ പോകുമ്പോൾ കുറച്ച് ആൾക്കാരുണ്ടോ, അവരെ നമ്മൾ മൈൻഡ് ആക്കാറില്ല. സിനിമക്ക് പോകുമ്പോൾ ഒറ്റക്കാണ്, അവിടെ കുറച്ച് ആൾക്കാരുണ്ടോ, അവർ നമ്മൾ മൈൻഡ് ആക്കാറില്ല. എടാ നീ, ഞാനൊന്നും പറയുന്നില്ല, എനിക്ക് അഭിപ്രായമില്ല, കേൾക്കാം. ക്യാമറ ആവുമല്ലോ ഇവരുടെ ചങ്ങായി. ഓക്കെ, ക്യാമറ പിന്നെ രണ്ടാമത്തെ പ്രോബ്ലം കിട്ടും. ഒന്നാമത്തെ പ്രോബ്ലം ഒറ്റക്കാണ്, രണ്ടാമത്തെ പ്രോബ്ലം ക്യാമറയാണത്രേ. ക്യാമറ ഇവനെ എന്ത് ചെയ്തതെന്ന് അറിയില്ല. എടാ മോനെ സൗണ്ട് കുറക്കടാ. അപ്പൊ ക്യാമറ ഒരു ക്യാമറയാണ് ഇവൻ രണ്ടാമത്തെ പ്രശ്നം. കേട്ടോളെ, കോമഡി സീനാ. നീ ഇരിക്കുന്നുണ്ട്, ഞാനും ഇരുന്നിട്ടുണ്ട്. ക്യാമറ ഓക്കെ, മനുഷ്യനോടല്ല സംസാരിക്കുന്നത്, ക്യാമറനോടാണ്. കിളി പോയിട്ടല്ലേ നടക്ക് തോന്നുന്നു. ശരിക്കും വായിച്ചിട്ടുണ്ട്. കാരണം എനിക്ക് ലോൺലിനെസ് ഫീൽ ആവാൻ തുടങ്ങി. എപ്പോഴും ഒറ്റക്കാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഇങ്ങനെ ചിന്തകളൊക്കെ വന്നപ്പോൾ എനിക്ക് ഭയങ്കര ലോൺലിനെസ് ഫീൽ ആവാൻ തുടങ്ങി. ലോൺലിനെസ് ബ്ലോയിങ് സ്റ്റോപ്പ് ചെയ്തു. കാരണം എനിക്ക് സംസാരിക്കാൻ ആരുമില്ല. അയ്യോ ക്യാമറയിലാണല്ലോ സംസാരിക്കാം. എടാ ക്യാമറ സംസാരിക്കുന്നത് നീ പിന്നെ നാട്ടുകാരോടല്ലേ? കാരണം എനിക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ പറയണമെന്നുണ്ട്, പക്ഷെ പറയാൻ പറ്റുന്നില്ല, കേൾക്കാൻ ആളില്ല. എന്തെല്ലോ പറയണമെന്നുണ്ട്, പറയാൻ പറ്റുന്നില്ല. പറഞ്ഞോ? എടാ ഇത് നീ ഇങ്ങനെയെല്ലാം പറഞ്ഞാൽ ഇപ്പൊ എന്റെ ഇല്ല ബന്ധം കൂടി ഒഴിവായി പോവില്ലേ? നീ എന്തെല്ലാം എന്റെ മോനെ മല്ലു പറയുന്നേ? എനിക്ക് ആരും സംസാരിക്കാനില്ല, എനിക്ക് ഇപ്പോൾ ആരോടൊന്നും പറയാനില്ല, ഞാൻ ക്യാമറനോട് എൻ്റെ പ്രശ്നങ്ങളെല്ലാം പറയും. ഇതെല്ലാം കേട്ടിട്ട് വൈഫ്, ഇപ്പോഴത്തെ വൈഫ് കേട്ട് കഴിഞ്ഞാൽ, നമ്മളെ ബൽക്കി കേട്ട് കഴിഞ്ഞാൽ ബൽക്കിയും പോകൂലേ? നീ എന്താ മനസ്സിലാക്കാത്തേ? എന്തൊക്കെ നോൺസെൻസാ വന്നിട്ട് പറയും. എൻ്റെ കിളി പോയിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്ക്. നീ പറഞ്ഞ പോലെ സൈക്കാട്രിസ്റ്റിനെ കാണണമെങ്കിൽ കണ്ടോളൂ, അതിലും തെറ്റില്ല. പക്ഷേ ഇത് നമ്മുടെ വിഷമങ്ങൾ, നമ്മുടെ സങ്കടങ്ങൾ, ഇതൊക്കെ നമുക്ക് പറ്റുന്നിടത്തെ ഷെയർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇതെല്ലാം എല്ലായിടത്തും പോയി പാടിയിട്ട് നീ ഇവിടെ വന്ന് പറയും നാട്ടുകാർ ചിരിക്കാന്നല്ലാണ്ട് നിന്റെ പ്രശ്നങ്ങൾ എനിക്ക് കേൾക്കാൻ ആളില്ല എന്നെല്ലാം പറഞ്ഞ നീ എന്ത് ചോദിക്കുന്നു? നിന്റെ വ്യൂസിന്റെ എല്ലാ വീഡിയോസ് എടുത്ത് ആൾക്കാർ കാണുന്ന നീ പറയുന്നത് ഞാൻ ആരോടും സംസാരിക്കില്ല, ക്യാമറനോട് മാത്രം ഞാൻ സംസാരിക്കരുത്. എടോ ക്യാമറ എന്ന് പറഞ്ഞാൽ ലക്ഷങ്ങൾ കാണുന്ന വീഡിയോസ് എല്ലാം നീ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം ലിറ്ററലി യു ആർ ടോക്കിംഗ് ടു മില്യൺ പീപ്പിൾസ് അല്ലേ? പിന്നെ നീ പറയുന്ന ആരും കേൾക്കുന്നില്ല, ആരും കാണുന്നില്ല, അണക്കാരും ഇല്ല എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് മെന്റൽ ഡിപ്രഷൻ പ്രോബ്ലം മാൻ. അത് സോർട്ട് ഔട്ട് ചെയ്യാൻ ശ്രമിക്കുക. അല്ലാതെ ഇതൊന്നും ഒരു പൊതുവായ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് നിങ്ങൾ ഇതിനെപ്പറ്റി ഇങ്ങനെ കരഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല 1% ബെനിഫിറ്റ് നിങ്ങൾക്ക് ഇതിൽ ഉണ്ടാവുന്നു, 1% ബെനിഫിറ്റ് ഉണ്ടാവുമെന്ന് വിചാരിക്കണ്ട.
ഓക്കെ ഡൗൺ ആകാൻ തുടങ്ങി വെച്ചാല് ഓക്കെ ശരിക്കും ഡൗൺ ആകാൻ തുടങ്ങി. ഡൗൺ ആയി. പക്ഷെ നമുക്കൊരിക്കലും പുറത്ത് കാണിക്കാൻ പറ്റില്ല. കാരണം ഒരുപാട് ആൾക്കാരുണ്ട് നമ്മള് തളരുന്നുണ്ടോ, നമ്മൾ തകരുന്നുണ്ടോ എന്ന് നോക്കി. ഓക്കെ, ഒരുപാട് ആൾക്കാർ തകരുന്നുണ്ടോ നോക്കുന്നുണ്ട്. അതുകൊണ്ട് ഓക്കെ തന്നെ ഞാൻ മാക്സിമം പിടിച്ചു വന്നു. ഓക്കെ, പിടിച്ചു. കുറച്ച് ദിവസം മുന്നേ പക്ക ഞാൻ ഡൗൺ ആയി. ഓക്കെ, അപ്പൊ എനിക്ക് തോന്നി ഒരു ബ്രേക്ക് എടുക്കണം. ഇറ്റ്സ് ഓക്കെ ടു ബി ഡൗൺ. അതൊക്കെ സാധാരണ കാര്യമാണ്. തോന്നി. അങ്ങനെയാണ് ഞാനൊരു ശാരീരികമായ അസുഖം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാനൊരു ബ്രേക്ക് എടുത്തു. എടോ, ശാരീരികമായ അസുഖമാണോ ഇത്? നിന്റെ പ്രോബ്ലംസ് ഇത് തന്നെയാണ്. നീ വളച്ചൊടിച്ചിട്ടാണ് സോഷ്യൽ മീഡിയയിൽ കാര്യങ്ങൾ പറയുന്നത്. നിങ്ങൾക്ക് മെന്റലായിട്ട് നിങ്ങൾ ഡിപ്രസ് സ്റ്റേറ്റിലാണെങ്കിൽ അത് ശാരീരികമായിട്ടുള്ള അസ്വസ്ഥത അല്ല. നിങ്ങൾ ഫിസിക്കലി ഫിറ്റ് ആണ്, മെന്റലി ഡൗൺ ആണ്. അപ്പൊ അതൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. ഖത്തറിലും പോയി, തായ്ലൻഡിലും പോയി, അതാ ലാവോസിൽ പോകാം. തിരിച്ചു വരുന്ന വഴി ഞാൻ തായ്ലൻഡ് ജയിലിലും കിടന്നു 2 ദിവസം. തായ്ലൻഡ് ജയിലിൽ കിടന്നോ? 2 ദിവസം കിടന്നു. നോട്ട് ദ പോയിന്റ്. തായ്ലൻഡിൽ ജയിലിൽ കിടന്നു പോലും. തായ്ലൻഡിൽ അങ്ങനെ വെറുതെ ജയിലിൽ കിടക്കുവോ? ഡിറ്റൻഷൻ സെന്ററിലോ? പോലീസുകാർക്ക് അടിക്കാൻ നോക്കിയ നീ എന്തെല്ലാം മോനെ നീ കാണിച്ചു കൂട്ടുന്നത്. ഓക്കെ, പറ. കാരണം ഐ വാസ് നോട്ട് മെന്റലി ഫിറ്റ്. ഓക്കെ, അവിടെ ഞാൻ അങ്ങനെ നേരെ മുംബൈയിലോട്ട് പോയി. മെന്റലി ഫിറ്റ് അല്ല എന്നത് വീണ്ടും വീണ്ടും പറയുന്നുണ്ട്. പാജിയുടെ കൂടെ നിന്നു. അവരൊക്കെ ഒരു സിഖ് കമ്മ്യൂണിറ്റിയാണ്. അപ്പം അവരുടെ കൂട്ടത്തിൽ അവിടെ ഞാനൊരു 3 days സ്പെൻഡ് ചെയ്തു. ഒന്നും മെനയാന്നില്ല എൻ്റെ ഷാക്കിറെ, മല്ലുവേ. നിങ്ങള് എന്തൊക്കെയാ പറയുന്നത്? നിങ്ങളെ തായ്ലൻഡിൽ നിന്ന് പോലീസ് വിളിച്ചു, ഡിറ്റൻഷൻ സെന്ററിൽ വെച്ചു. അവിടുന്ന് മുംബൈ പോയപ്പോൾ അവിടെ പാജിയും ടീമും നിങ്ങളെ നന്നായിട്ട് ട്രീറ്റ് ചെയ്തു. പാജിക്ക് ഒരു താങ്ക്സ് പറയുന്നുണ്ട്. സിനിമാ കഥ പോലെ ഇവിടെയൊക്കെയോ ചില ഫ്ലോപ്പ് സിനിമാ കഥ, എല്ലാ സിനിമകളും അല്ല, ഫ്ലോപ്പ് സിനിമാ കഥ പോലെ ഏടില്ലോ എത്തിപ്പോ നിങ്ങള്. ഓക്കെ, ഭയങ്കര റിലീജിയസ് പരമായ കുറെ കാര്യങ്ങളൊക്കെ പോസിറ്റീവ് മൈൻഡ് വരെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പഠിച്ചു തന്നു. പാജിന്റെ റിലീജിയസ് കാര്യങ്ങൾ ചെയ്തിട്ട് എന്റെ മൈൻഡ് പോസിറ്റീവ് ആക്കി. മൈൻഡ് ഏകദേശം ഓക്കെ. ശരി, മൈൻഡ് ഓക്കെ, അൽഹംദുലില്ലാഹ് ഖൈർ. ഇവിടെ വന്നു. ഞാനിവിടെ ഒരു 2-3 ദിവസം ഞാനിവിടെ നിന്നു. പിന്നെ ഫസ്റ്റ് ഓഫ് ഓൾ ഫാമിലി ഒന്നും ഇവിടെ ഇല്ല, അവരുടെ നാട്ടിലുള്ളത്. ഫാമിലി ഇല്ലെന്ന് ആദ്യം പറഞ്ഞിരുന്നു, മറന്നുപോയി സാർ. ഓരോ ദിവസം കഴിയുന്നതനുസരിച്ചിട്ട് എന്റെ മൈൻഡ് പിന്നെയും വേസ്റ്റ് ആകാൻ തുടങ്ങി. മൈൻഡ് വേസ്റ്റ് ആകാൻ തുടങ്ങി. എനിക്ക് എന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനും. ഓക്കെ, എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ല. എന്റെ പ്രശ്നം എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എന്റെ പ്രശ്നം എന്താണെന്ന് എനിക്ക് മനസ്സിലായിരുന്ന ഒരുപക്ഷെ ഞാൻ സോൾവ് ചെയ്തേനെ. പക്ഷെ എനിക്ക് മനസ്സിലായിട്ടില്ല. എടോ, സ്വന്തം പ്രോബ്ലം മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ വിഷമം വരുന്ന ആങ്സൈറ്റി ഡിസോർഡറിന്റെ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡാണ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. എനിക്ക് ഓണമില്ല, ഒന്നുമില്ല. ഓണമില്ല, ഒന്നുമില്ല. വണ്ടിയുണ്ട്, പൈസയുണ്ട്, അൽഹംദുലില്ലാഹ് നമ്മുടെ അടുത്തുണ്ട്. പക്ഷെ നമുക്ക് ഇല്ലാത്ത വണ്ടിയുണ്ട്, പൈസയുണ്ട്, ഒരു ഫ്രണ്ട്ഷിപ്പ് ഇല്ല. ഫ്രണ്ട്ഷിപ്പ് ഇല്ല. ഓക്കെ, മനസ്സിലായി. ഒരു മിനിറ്റ്. ഫ്രണ്ട്ഷിപ്പിനെ പറ്റി പറഞ്ഞോണ്ട് പറയാം. എടാ, നീ ഇത്രയും കാലം ജീവിച്ചൊരു മനുഷ്യനല്ല എൻ്റെ ഷാക്കിറെ. നിങ്ങൾ എന്തുകൊണ്ടാ പറയുന്നത് ഫ്രണ്ട്ഷിപ്പ് ഇല്ലാന്നോ? ഫ്രണ്ട്ഷിപ്പ് കുറെ ഫ്രണ്ട്സ് ഉണ്ട് നോട്ട്. ആ ഫ്രണ്ട്സിന്റെ കയ്യിലുള്ള പൈസ അടിച്ചു പോകുന്ന ഫ്രണ്ട്സ് ആണെങ്കിൽ ആ ഫ്രണ്ട്സിനെ കൊണ്ട് എനിക്ക് എന്താ കാര്യം? എനിക്ക് കുറെ ഫ്രണ്ട്ഷിപ്പ് ഇല്ല, ഒരു ഫ്രണ്ട് ഇല്ലെന്ന് പറഞ്ഞാൽ മതി. എന്നെ കേൾക്കാൻ ഒരാളില്ലെന്ന് പറഞ്ഞാൽ മതി. മനസ്സിലായില്ലേ? കുറെ ഫ്രണ്ട്സ്, ഒരു കൂട്ടം ഫ്രണ്ട്സ് ഒപ്പം ഉണ്ടായിട്ടൊന്നും ഒരു കാര്യമില്ല. മനസ്സിലായില്ലേ? നിന്ന നിപ്പില് നമ്മൾ കുഞ്ഞു നിന്ന് കഴിഞ്ഞാൽ ആ സാധനം കൊണ്ടുപോകുന്ന ഫ്രണ്ട്സ് വരെ ഉണ്ടാവും. മനസ്സിലായില്ലേ? അപ്പൊ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ നമുക്ക് ഇന്നത്തെ കാലത്ത് ഒരു നല്ല ഫ്രണ്ട് മതി. നിങ്ങളെ കേൾക്കാൻ ഒരു നല്ലൊരു ഫ്രണ്ട് മതി, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് ഫ്രണ്ട്സ് ഇല്ല, എനിക്ക് ഓണമില്ല, എനിക്ക് ഭാര്യയില്ല, ഭാര്യയും കുട്ടികളും നാട്ടിലാണ്. എടാ, ഭാര്യയും കുട്ടികളും നീ നാട്ടിലയച്ചായിരിക്കൂലേ? അവരിന്ന് ഇട്ടേച്ച് പോയെന്നല്ലോ. ഇങ്ങനെ എല്ലാത്തിനും കരയല്ലേ? നമ്മള് പെട്ടെന്ന് കാണുന്ന ഒരാളോട് നമ്മുടെ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ നമ്മളെ മിസ്യൂസ് ചെയ്യാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ. അയ്യോ, അതന്നെ ഞാൻ പറഞ്ഞത്. ഇപ്പം നമ്മുടെ വായിൽ എന്തെങ്കിലും കിട്ടുമോ നോക്കുന്ന ഒരുപാട് ആൾക്കാർ. എന്റെ വായിൽ നിന്ന് എന്ത് കിട്ടാനാ? ഇതിനപ്പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ, എന്റെ ലൈഫിൽ പേഴ്സണലി നടക്കുന്ന കാര്യങ്ങൾ എനിക്ക് ആരും ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനത്തെ സിറ്റുവേഷൻ വന്നു. 7-ാം തീയതി എന്റെ കയ്യിൽ നിന്ന് മൊത്തം പോയി. അതിനിടെ ഞാൻ സൈക്കാട്രിസ്റ്റിനെ ഹയർ ചെയ്തു. എനിക്ക് അത്ര വലിയൊരു മെച്ചം തോന്നിയിട്ടില്ല. കാരണം എന്റെ മൈൻഡ് ഒരു സൈക്കാട്രിസ്റ്റിന് വരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. മനസ്സിലായില്ലേ? അവിടെയാണ് ഞാൻ മൈക്കിൾ ജാക്സനെ വിളിച്ചത്. സ്റ്റേജിലേക്ക് പോകുമ്പോൾ എനിക്ക് ആൾ അവൈലബിൾ അല്ല. ശ്രദ്ധിക്കാം. അവരിവിടെയല്ലേ ഉള്ളത്. 7-ാം തീയതി രാത്രി എന്റെ കയ്യിന്ന് പോയി. കൈമെന്ന് പോയി. കൈമെന്ന് പോയി. ഞാൻ ഭയങ്കരമായ ഒരു സിറ്റുവേഷനിലേക്ക് പോയി. എനിക്ക് എന്റെ ബോഡി ഫുൾ ഹീറ്റ് ആവാൻ തുടങ്ങി. എനിക്ക് ഷിവറിംഗ് വരാൻ തുടങ്ങി. ബോഡി ഹീറ്റ് ആവാൻ തുടങ്ങി. ഓവർ ഡോസ് ആയോ? ഹീറ്റായി, ഓവർ ഹീറ്റായി. ഞാൻ സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്തു. സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്യാം, ആവാം. നോട്ട് ദ പോയിന്റ്. ഞാൻ ആ പോസ്റ്റ് ഇട്ടു. I was trying to commit suicide. എടാ, ഡിലീറ്റ് ആക്കണേ. വിചാരിക്കും സൂയിസൈഡ് ചെയ്യൂ, കാരണം ഇത്രയും പവർഫുൾ ആണ്, ഇത്രയും സ്ട്രോങ് ആണ്. ആര് പവർഫുൾ ആണ്? ഇത്രയും കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്ത
ആര് സ്ട്രോങ് ആണ്? പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ശരീരം. എൻ്റെ ഷാക്കിറെ, നിങ്ങൾ ആ കൊറോണ സമയത്ത് നിങ്ങൾ ഒരു ബൈക്ക് കൊടുത്ത് ലോകം ചുറ്റിയപ്പോൾ ആൾക്കാർ നിങ്ങൾ സ്വീകരിച്ചു. അതിന്റെ അർത്ഥം നിങ്ങൾ സ്ട്രോങ് ആണെന്ന് ആരെങ്കിലും പറഞ്ഞോ? നിങ്ങൾക്ക് കുറച്ച് 1 മില്യൺ 2 മില്യൺ ഫോളോവേഴ്സ് ആയതുകൊണ്ടോ യൂട്യൂബിൽ നിന്ന് കുറച്ച് വരുമാനം ഉള്ളതുകൊണ്ടോ നിങ്ങൾ സ്ട്രോങ് ആണെന്ന് ആരാ പറഞ്ഞത്? നിങ്ങളുടെ അടുത്ത് മെന്റൽ സ്റ്റേറ്റ് ഓഫ് വെൽബീയിങ്ങിൽ നിങ്ങൾ സ്ട്രോങ് ആണെന്ന് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയോ? നമ്മൾ സ്വയം ഇതിനെയാണ് ആൾക്കാർ പറഞ്ഞത് ഓവർ അഹങ്കാരം പാടില്ല. നമ്മളെ പറ്റി തന്നെ നമ്മൾ ഭയങ്കരമെന്നും പറഞ്ഞിട്ട് നടന്നിട്ടൊന്നും ഒരു കാര്യമില്ല. എടോ, വിഷമങ്ങൾ വരും, കരേണ്ട അടുത്ത് കരയും, ചിരിക്കേണ്ട അടുത്ത് ചിരിക്കും. അത് മനുഷ്യൻ അങ്ങനെയാണ്. അത് നിങ്ങളിങ്ങനെ ഇപ്പൊ മനസ്സിലാകുന്നത് തലയിലല്ല ഉള്ള ശരിയാണ്. അംഗീകരിക്കുന്നു, അത് നിങ്ങൾ പറഞ്ഞ ഞാൻ അംഗീകരിക്കുന്നു. ആർക്കും സംഭവിക്കാവുന്ന ഒരു കാര്യമാണ്. സോ അങ്ങനെ ആദ്യമായിട്ട് എന്റെ ലൈഫിൽ ഞാൻ അറ്റംപ്റ്റ് ചെയ്തു. എങ്ങനെ ചെയ്തു ഞാൻ പറഞ്ഞില്ല, എങ്ങനെ ചെയ്താലും വിഷയമല്ലല്ലോ. എനിക്ക് ചെയ്യാം, എന്തും ചെയ്യാം. എനിക്ക് എന്റെ ലൈഫാണ്. അവൻ വിളിച്ചു. സോ അവന് മനസ്സിലായി വല്ലാത്ത മൂഡിലുള്ള. അവൻ ഓടി വന്നു. അവന്റെ വണ്ടി എടുത്ത് കംപ്ലീറ്റ് ക്യാമറ അടിച്ച് ഓടി വന്ന് എന്റെ വീട്ടിൽ ക്യാമറ പിടിച്ചിട്ടാ അവൻ എന്നെ പൊക്കി. എന്റെ മൊബൈലും കാര്യങ്ങളൊക്കെ വാങ്ങി വെച്ചു. അതിന്റെ മൊബൈലിലാണ് ആത്മഹത്യ നോക്കിയത്. മൊബൈലിൽ ബുദ്ധിമുട്ടാൻ നോക്കിയതാണ്. 10 ദിവസമായി. 10 ദിവസമായിട്ട് ഞാൻ ഇന്നാണ് ഈ ഒരു സാധനം കൈകൊണ്ട് കൊടുക്കുന്നത്. കള്ളാണോ? ഇന്നാണ് ഞാൻ ഉപയോഗിക്കുന്നത് മൊബൈല്. ഇതന്നെ ഏറ്റവും വലിയ സീനാണ് മൊബൈൽ. ഡ്രഗിനെക്കാട്ടി വലിയ സാധനമാണ് മൊബൈൽ. ശ്രദ്ധിക്കണം. ഫ്രണ്ട്സുമായിട്ട് കോണ്ടാക്ട് ഇല്ല. ഞാൻ വീട്ടിൽ വരെ വിളിക്കാറില്ല. ഓ സന്തോഷം. വീട്ടുകാർക്കെങ്കിലും സമാധാനം കിട്ടും. കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ആരുമായിട്ട് കോണ്ടാക്ട് ഇല്ല. ഓക്കെ. കാരണം എനിക്ക് എന്റെ ലൈഫിൽ ഒരുപാട് എന്റെ മനസ്സിലിരുന്ന ഒരുപാട് കാര്യങ്ങൾ ക്ലീൻ ചെയ്യണമെന്നുണ്ടായിരുന്നു. സോപ്പിട്ട് തേച്ച് കഴിയും. എന്തോ പറയില്ല, സെയിം സാധനം തന്നെ. 10 days എടുത്തു. ഓ 10 ദിവസം കൊണ്ട് ക്ലീൻ ആക്കി. 10 ദിവസം കൊണ്ട് തന്നെ ഞാനത് നോർമലായി. അതിന് എന്നെ ഒരുപാട് ആൾക്കാർ സഹായിച്ചിട്ടുണ്ട്. ഓ സന്തോഷം. ഏറ്റവും കൂടുതൽ എനിക്ക് സഹായിച്ചത് ജെൻസി കാറ്റഗറിയിൽപ്പെട്ട കുറച്ച് ആൾക്കാരാണ്. ജെൻസിയാ? എടാ ജെൻസിയടാ, പല്ലും തേക്കൂല, ആവും പഠിക്കൂല. ജെൻസി 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 പോലും. ഓക്കെ ഓക്കെ. പുതിയ തലമുറ എനിക്ക് സാധനം തരുന്നത്. കാര്യങ്ങൾ ഏകദേശം ഇവിടെ നടപടിയായി വരുന്നുണ്ട് എനിക്ക്. ഞാനങ്ങനെ എനിക്ക് പക്ഷേ ഒരു സൈക്കാട്രിസ്റ്റിന്റെ അടുത്ത് പോയിട്ട് ഇംഗ്ലീഷ് മരുന്ന് കഴിക്കാൻ താല്പര്യം. ഇംഗ്ലീഷ് മരുന്ന് നല്ലതല്ല, നമ്മൾ ഉണ്ടാക്കുന്ന മരുന്നാണ് നല്ലത്. കുടിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ലൈഫ് ലോങ് എനിക്ക് നിർത്താൻ പറ്റില്ല, വണ്ടി ഓടിക്കാൻ പറ്റില്ല, അങ്ങനെയൊക്കെ ഒരുപാട്. അയ്യോ. അപ്പൊ ഈ ഒരു ആൻസൈറ്റി, ഈ ഒരു ഡിപ്രഷൻ സ്റ്റേജിൽ തന്നെ എനിക്ക് ഉറക്കമൊക്കെ വരാൻ തുടങ്ങി. ഭയങ്കരമായിട്ട് ഉറക്കം വരാൻ തുടങ്ങി. 10 days ട്രീറ്റ്മെന്റിലായിരുന്നു. ഉറക്കം വരെ ചെറിയൊരു ഉറക്കുളി കഴിച്ചാ പോലെ നടക്കുന്നത് ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാൻ അതിന്റെ പുറകെ പോയിട്ടില്ല. ഇപ്പം ഓക്കെ അൽഹംദുലില്ലാഹ്. ഒരിക്കലും ആവർത്തിക്കില്ല. കാരണം എന്താ ആവർത്തിക്കൂല? എടാ നീ പറഞ്ഞ സ്റ്റേറ്റ് ഓഫ് മൈൻഡിന്റെ പ്രോബ്ലം ആണെങ്കിൽ അത് ആവർത്തിക്കാൻ പിന്നെയും വരും. അത് അല്ല, നീ ട്രിഗർ ആയിട്ട് ഉണ്ടാക്കുന്നതാണെങ്കിൽ ആവർത്തിക്കാൻ പാടില്ല. നിങ്ങളുടെ സ്നേഹം കണ്ടിട്ടാണ്. കാരണം മെസ്സേജ് എന്ന് വെച്ചാൽ എന്റെ വാട്സ്ആപ്പ് ഹാങ് ആണ്. അയ്യോ. ഇൻസ്റ്റാഗ്രാം ഹാങ് ആണ്. അയ്യോ. ഞാൻ ആരുമില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഒരുപാട് ആളുണ്ട്. ഒരു ഡിപ്രഷൻ മല്ലു. ലക്ഷക്കണക്കിന് ആൾക്കാർ നമ്മുടെ കൂടെ നമ്മൾ ഇഷ്ടപ്പെട്ട് വരുന്നെന്ന് അറിയുമ്പോഴേ ഷോക്കായി പോയി. പൊട്ടത്തെറ്റാ പഠിച്ചോന്ന് വിചാരിച്ചത്. ഞാൻ എന്ത് പൊട്ടത്തെറ്റാ ഞാൻ വിചാരിച്ചത്? ഇതാണ് എന്റെ മൈൻഡില്. കാരണം എനിക്ക് ആരും ഇല്ലാണ്ടല്ലോ, എനിക്ക് ആളുണ്ട്. എടാ അതിന്റെ ഇത് നോക്കിയാ പോരെ, പ്രൊഫൈൽ കയറി നോക്കിയാ പോരെ. എനിക്ക് 1 million ആൾക്കാർ ഫോളോ ചെയ്യുമ്പോ ആളില്ല എന്ന് പറഞ്ഞു. നീ അല്ലാത്ത ബഗഡ് എന്താ ബ്രോ പറ്റിയത്? എന്ത് പറ്റിയേ? അപ്പൊ ഞങ്ങളൊക്കെ ഉണ്ട് കൂടെ. എല്ലാരും ഉണ്ട്. ഒരു ആൻസർ ഏറ്റവും വലിയ വില എന്ന് പറഞ്ഞത്. ഇപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ലൈഫിൽ എല്ലാവർക്കും ഒരു ടേണിംഗ് പോയിന്റ് വേണം. നമുക്ക് സന്തോഷമായി. ഞാൻ എന്റെ ലൈഫിൽ ഇത് ടേണിംഗ് പോയിന്റ് ആയിട്ടില്ലേ? ബാക്കി കൊറോണ വന്നപ്പോഴോ പല കൺട്രി ഞാൻ മിലിറ്ററി പിടിച്ചപ്പോഴോ ഞാൻ അത്രയും ടഫ് ആയിട്ട് ഞാൻ ട്രാവൽ ചെയ്യുമ്പോഴോ ഒന്നും ഞാൻ ഡൗൺ ആയിട്ടില്ല. എല്ലാം ഞാൻ കട്ടൊക്കെ നേരിട്ടിട്ടുണ്ട്. ചിരിച്ചുകൊണ്ട് ഞാൻ വളരെ ഹാപ്പി ആയിട്ട് സ്വന്തം ലൈഫിൽ പേഴ്സണൽ ലൈഫിൽ എനിക്കൊരു മൈൻഡിൽ എനിക്കൊരു ഇഷ്യൂ വന്നപ്പോഴാണ് ഗാസയിലെല്ലാം നടക്കുന്ന വിഷയങ്ങൾ കേൾക്കാൻ പോലെ വാർത്തയെല്ലാം വായിക്കും. സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കുന്നോണ്ട് എങ്ങനെ തോന്നുന്നു? അയ്യോ, പൈസ, ഫെയിം, സെലിബ്രിറ്റി മതി. ഇത് മതി. ഓക്കെ മതി. ഇത് കേൾക്കുന്നത് സത്യം പറയല്ല, എനിക്ക് ഛർദ്ദിക്കാൻ വരുന്നുണ്ട്. ഉള്ള കാര്യം പറയാലോ. അതായത് ഈ ചങ്ങായിൻ്റെ എല്ലാം ബേസിക് പ്രോബ്ലം എന്താ അറിയോ? ഓൻ തന്നെ പറഞ്ഞത് പൈസ, ഫെയിം, സെലിബ്രിറ്റി, യൂട്യൂബ്, സബ്സ്ക്രൈബർ, മില്യൺ,
ഞാൻ ഒന്നും പറയുന്നില്ല, ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ റോങ് ആയി പോകും. അതായത് ഇതെല്ലാം പ്രോബ്ലം. എടോ, സ്വന്തം മൈൻഡിനെ പരിശീലിപ്പിക്കുക, മനസ്സിലായില്ലേ? ഡെയിലി രാവിലെ എണീച്ച് കഴിഞ്ഞാൽ കുറച്ച് പച്ചവെള്ളം കുടിക്കുക. പച്ചവെള്ളം പറ്റുമെങ്കിൽ 1 ലിറ്റർ ഒരു ബോട്ടിൽ നിറച്ചിട്ട് പച്ചവെള്ളം കുടിക്കുക. പറ്റുമെങ്കിൽ 1 കിലോമീറ്റർ ഒന്ന് വെറുതെ നടക്കുക, ചുറ്റുപാടെല്ലാം നോക്കുക, വാർത്തകൾ കേൾക്കുക, ലോകത്ത് എന്തെല്ലാം നടക്കുന്നത്, എവിടെയെല്ലാം ആൾക്കാർ മരിക്കുന്നത്, ഓക്കെ, എവിടെയെല്ലാം ആൾക്കാർ ബോംബിടുന്നത്, എവിടെയെല്ലാം പിഞ്ചു കുട്ടികളും പെൺകുട്ടികളും സ്ത്രീകളൊക്കെ ഭക്ഷണം കിട്ടാതെ വെള്ളം കിട്ടാതെ എങ്ങനെയാണ് മരിക്കുന്നത്, മരിച്ചു വീഴുന്നത് എന്നൊക്കെ നമ്മുടെ ചുറ്റിലും നടക്കുന്ന വാർത്തകളൊന്ന് വായിക്കാൻ ശ്രമിക്കുക, മനസ്സിലായില്ലേ? എന്നിട്ട് നിന്റെ ഈ കൊണക്കാൻ വരിക. അതായത് പിന്നെ എനിക്ക് ആരുമില്ല, എനിക്ക് 1 മില്യൺ ഫോളോവേഴ്സേ ഉള്ളൂ, എൻ്റെ പെർഫ്യൂം ആരും വാങ്ങുന്നില്ല, എന്നെ കേൾക്കാൻ ആൾക്കാരില്ല, എന്നെ ആടുന്ന് പോലീസ് പിടിച്ചു, തായ്ലൻഡ് 2 ദിവസം ഡീറ്റൻഷൻ സെന്ററിൽ കൊണ്ടുപോയിട്ടു. നീ നോൺസെൻസുകൾ, നിന്റെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഇറ്റ്സ് ഓക്കെ ആൻഡ് ഇറ്റ്സ് ഗുഡ് ഫോർ യു, നോട്ട് എ പ്രോബ്ലം. നിങ്ങളൊരു സെലിബ്രിറ്റി ആയ സ്ഥിതിക്ക് നിങ്ങൾക്കത് ഷെയറും ചെയ്യാം. പക്ഷെ ഞാൻ പറയുന്നത് നിങ്ങൾ പോലെ ഇനി ഞാൻ തെറ്റ് ആവർത്തിക്കില്ല. അതെന്ത് നിന്റെ ചിന്തയുടെ തെറ്റ്, ഈ ചിന്താമണ്ഡലത്തിൽ തെറ്റ് വരുന്നത് നമ്മൾ ജീവിക്കുന്ന നമ്മുടെ ചിന്തയിൽ തന്നെയാണ്. ഒറ്റ കാര്യം ചെയ്താൽ മതി, ഡെയിലി 10 മിനിറ്റ് വാർത്തകൾ വായിക്കുക. നീ ഒരു ചുക്കും കാണുന്നില്ല എന്നിപ്പോൾ മനസ്സിലായി. ആ വാർത്തകൾ വായിക്കുമ്പോൾ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് നമ്മൾ എത്രയോ ഭാഗ്യവാന്മാരാണ്. നമ്മൾ ഇരിക്കുന്ന സിറ്റുവേഷനിൽ, ഈ നിൽക്കുന്ന നിൽപ്പിൽ നമ്മൾ ലോകത്തുള്ള മറ്റ് ജനങ്ങളെ അപേക്ഷിച്ചിട്ട് നമുക്ക് എന്തൊക്കെ സുഖങ്ങളുണ്ട്, നമ്മൾ എങ്ങനെയൊക്കെയാണ് ആഘോഷിക്കുന്നത്. നമ്മൾ എല്ലാ നേരം 3 നേരം എന്നുള്ളത് 5 നേരം നല്ലോണം ഭക്ഷണം കഴിക്കുന്നുണ്ട്, കുടിക്കാൻ വെള്ളമുണ്ട്, നമ്മളെ ആക്രമിക്കാൻ ആരും വരുന്നില്ല. നമുക്ക് കിട്ടിയ സൗഭാഗ്യങ്ങൾ എന്തൊക്കെയാണെന്ന് ആലോചിച്ച് നോക്ക്. അതിന് ശേഷമാണ് ഈ പറഞ്ഞ പൈസയുണ്ട്, ഫെയിമുണ്ട്, എൻ്റെ കയ്യിൽ കാറുണ്ട്, എൻ്റെ കയ്യിൽ പിന്നെ ഫെയിമുണ്ട്, എൻ്റെ കയ്യിൽ ഫോളോവേഴ്സ് ഉണ്ട്, എന്നിട്ടും എനിക്ക് ആരില്ല, എന്നെ കേൾക്കാൻ ക്യാമറ മാത്രമേ ഉള്ളൂ എന്നുള്ള ഈ ജൽപ്പന ഉണ്ടല്ലോ, ഈ കരച്ചിൽ. അതിന് മുൻപ് ലോകത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ഡെയിലി നോ പ്രോബ്ലം, ഇറ്റ്സ് ഓക്കെ ടു ഓഫ് ദ ഫോൺ. എന്നിട്ട് പിന്നെ ഡെയിലി അരമണിക്കൂർ ജിമ്മിലും പോയിട്ട് നല്ലോണം ഭക്ഷണം കഴിച്ചിട്ട് കിടന്നുറങ്ങി എണീച്ച് കഴിഞ്ഞാൽ തീരും ഇതിൻ്റെ പ്രശ്നമല്ലോ. നോൺസെൻസ്. ഞാനൊന്നും പറയുന്നില്ല, അതിനപ്പുറത്ത് എനിക്ക് ഒന്നും പറയാനില്ല. നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.